എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു മലയാളം സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് പ്ലൂട്ടോ. 2026 ജൂലൈ മാസം റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖറാണ്. നീരജ് മാധവ്, അൽതാഫ് സലീം എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവരെ കൂടാതെ അർഷ ചാന്ദിനി ബൈജു, അജു വർഗീസ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു സാധാരണ കേരള ഗ്രാമത്തിൽ അന്യഗ്രഹ ജീവിയുടെ പേടകം തകർന്നു വീഴുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സൈന പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു കന്നഡ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് കരാവലി. പ്രജ്വൽ ദേവരാജ്, രാജ്ബി ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഗുരുദത്ത ഗനിക രജനി സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ കർണാടകയിലെ തീരദേശ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ പരമ്പരാഗത പോത്തോട്ട മത്സരമായ കമ്പള എന്ന മത്സരത്തെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു റൊമാൻറ്റിക് ഫാമിലി കോമഡി മൂവിയാണ് പ്യാർ പ്രേമ കല്യാണം. ഇളൻ സംവിധാനം ചെയ്ത് ഇളൻ, സാൻവി മേഘന, രാധിക ശരത് കുമാർ, യോഗി ബാബു, MS ഭാസ്കർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ മലയാളം, തെലുങ്കു, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് ഇമോഷണൽ ഫാമിലി ഡ്രാമ ഫിലിമാണ് മദർ. വെങ്കടേഷ് സംവിധാനം ചെയ്ത് തമ്പിരാമയ്യ പ്രധാന വേഷത്തെത്തിയ ഈ സിനിമ ഇന്ത്യക്ക് വെളിയിൽ സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് അമീബ. അനീഷ് ജി മേനോൻ, അനുമോൾ, ഇന്ദ്രൻസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മനോജ് ഖാന സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതത്തിന്റെ ഇരകളുടെ ജീവിതവും അവരുടെ പോരാട്ടങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ഹിന്ദി ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ ചിത്രമാണ് ബബിത സിംഗ് റിപ്പോർട്ടിംഗ്. മലയാളി നടി നിമിഷ സജയനാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബബിത സിംഗിനെ അവതരിപ്പിക്കുന്നത്. നിമിഷ സജയനെ കൂടാതെ ബോളിവുഡ് താരങ്ങളായ വരുൺ സോപ്തി, അനുഷ്മാൻ പുഷ്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കുട്ടിക്കാലത്തെ കൂട്ടുകാരുടെ കൊലപാതകം അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ബബിത സിംഗ് എന്ന സസ്പെൻഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ ഹിന്ദി മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് അൻപേ ഡയാന. ഇരുമ്പാവൂരിലുള്ള ഒരു തെലുങ്ക് കുടുംബത്തിലെ യുവാവും ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. പാരി ഇളവഴകൻ രചനയും സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ പാരി ഇളവഴകൻ, രമ്യ രംഗനാഥൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ മൂവി സോണി ലിവിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി സംവിധാനം ചെയ്ത് കിരൺ അമ്പാരം, ശ്രീ ഗൗരിപ്രിയ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ചെന്നൈ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയകഥയാണ് പറയുന്നത്. ഈ മൂവി ഇപ്പോൾ സോണി ലിവിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് ചുംബക്. 5 അയൽവക്ക കുടുംബങ്ങളുടെ രസകരമായ കഥ പറയുന്ന ഈ കോമഡി ഡ്രാമ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിഷ് കപാഡിയയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി ക്രൈം ത്രില്ലർ ചിത്രമാണ് ബന്ദർ. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത് ബോബി ഡിയോൾ, ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. രാജ്ബി ഷെട്ടി, സന്യ മൽഹോത്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നിസാം ബഷീർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. ഒരു സാധാരണക്കാരനായ രാജീവൻ അറിയാതെ ഒരു ബാങ്ക് മോഷണത്തിൽ ഉൾപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന അതിജീവന പോരാട്ടവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 25 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം ആക്ഷൻ ഫാമിലി സർവൈവൽ ത്രില്ലർ മൂവിയാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ഉൾപ്പെടുത്തിയ കാമിയോ വേഷത്തിലും ഒപ്പം ആശിഷ് ജോ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടി മുതൽ 12 കോടി രൂപ വരെയാണ്. എന്നാൽ ഈ മൂവിയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 41 കോടി രൂപയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സെപ്റ്റംബർ 4 സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.